നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം കഴിഞ്ഞ ഒരു വർഷമായി ഫലപ്രദമായി എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന മുന്നോട്ട് പോകുന്നത്. 1600 രൂപ വീതം 62 ലക്ഷത്തോളം ആളുകൾക്ക് എല്ലാ മാസവും വീടുകളിലും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിലുമൊക്കെ എത്തിച്ച് നൽകുന്നുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ മാസത്തെ പെൻഷൻ എല്ലാ ആളുകളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ച് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി തൊട്ടടുത്ത മാസത്തെ പെൻഷനും മുടങ്ങില്ല എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 1600 രൂപ വീതം മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ എല്ലാ ആളുകളെയും ഇപ്പോൾ പെൻഷൻ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത്. എന്നാൽ സംസ്ഥാനത്ത് 3 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. 2025 അവസാനത്തോടുകൂടി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പെൻഷൻ കുടിശ്ശിക കഴിവതും വിതരണം ചെയ്ത് തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ പെട്രോളിനും മദ്യത്തിനുമൊക്കെ ഏർപ്പെടുത്തിയ അധിക സെസ് ഉപയോഗിച്ചുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്ത് തീർക്കുവാനായിരുന്നു സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. ഇത്തരത്തിൽ പെട്രോളിനും മദ്യത്തിനുമൊക്കെ അധിക സെസ് ഏർപ്പെടുത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നെങ്കിലും ഈ ഒരു സെസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആരെങ്കിലും ഇനിയും മസ്റ്ററിങ് ചെയ്യുവാനുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കോ കൈകളിലേക്കോ ഒക്കെ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ കൃത്യമായി തന്നെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. എങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനും ഒക്കെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.